എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന് എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ പാടുകേ. പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആത്മീയ ഉറക്കത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവ് പറയുന്ന ഉപമയിൽ ഒരു മനുഷ്യൻ നല്ല നിലത്ത് വിത്ത് വിതച്ചു. വിതച്ചതിന് ശേഷം അവൻ പോയി കിടന്നുറങ്ങി. അവൻ ഉറങ്ങിയ സമയത്ത് ശത്രു വന്ന് കള വിതച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അവൻ്റെ ഉള്ളിൽ, നിർമ്മലമായ വചനം അവൻ്റെ ഉള്ളിൽ വീഴപ്പെടുന്നു. എന്നാൽ അത് വേണ്ടവണ്ണം പരിപോഷിപ്പിക്കപ്പെടാതെ, അതിന് വേണ്ടവണ്ണമുള്ളതായ സംരക്ഷണം കൊടുക്കാതെ ഉറക്കത്തിലേക്ക് വീണു പോയാൽ ആ സന്ദർഭത്തിൽ പിശാച് ആ വ്യക്തിയെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ചിന്തകളും ഈ ലോകത്തിൻ്റെ പാപങ്ങളും അവനിലേക്ക് കടത്തിവിടുവാൻ ഇടയായിത്തീരുമെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആത്മീയ ഉറക്കത്തിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവസന്നിധി വിട്ട് അകന്നുപോയ ധാരാളം ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോഴും നാം കാണുന്നത് പരദേശത്ത് പോയ രാജാവ് മടങ്ങി വരുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഒരു ദാസനെ കുറിച്ചാണ്. യജമാനൻ എപ്പോൾ വരുമെന്നറിയാത്തത് കൊണ്ട് അവൻ ഉറങ്ങാതെ ഉണർന്നിരിക്കണം എന്നാണ് ആ വചനഭാഗം നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ആയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രിയമുള്ളവരെ, പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ആത്മീയ മന്ദത കൊണ്ടുവരിക എന്നുള്ളത്. ആത്മീയ മന്ദത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ ഗൗരവത്തോടെ കാണുക. ഉറങ്ങുന്നവരെ ഉണർന്ന് നാം എഴുന്നേൽക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. ഈ ദിവസങ്ങളിൽ അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ മന്ദത കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളെയും ശാസിച്ച് കർത്താവെ ഉണർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.